കേരളം ഇന്ന് ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഏറ്റവും വലിയൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ. നാട് മുഴുവൻ ആഗ്രഹിച്ചിരുന്ന, ഈ കേരളം മുഴുവൻ ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയ ലഹരി മുക്ത പോരാട്ടമായി ഓപ്പറേഷൻ തൂഫാൻ മാറുമ്പോൾ അതിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള പെരുമ്പാവൂരിൽ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പങ്കെടുത്ത് ഈ പെരുമ്പാവൂരിൽ ലഹരി മുക്ത നാടായി പെരുമ്പാവൂരിനെ മാറ്റാനുള്ള ജൈത്രയാത്രയാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, പെരുമ്പാവൂർ മാത്രമല്ല, കേരളം കഴിഞ്ഞ കുറെ നാളുകളായി ലഹരിയുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നു ലഹരിക്കെതിരായി അതിശക്തമായിട്ടുള്ള പോരാട്ടം ഉണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടോ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല, എന്തുകൊണ്ടോ ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം പലപ്പോഴും വേണ്ടത്ര രീതിയിൽ ഗുണം ചെയ്തില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള തോന്നൽ നിൽക്കുമ്പോഴാണ് പുതിയ ഗവൺമെന്റ് അധികാരമേറ്റ് ഈ ഗവൺമെന്റിന്റെ കീഴിൽ, ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ അതിശക്തമായിട്ടുള്ള മുന്നേറ്റമായി ഓപ്പറേഷൻ തൂഫാൻ മാറി നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ റെയ്ഡുകളും അറസ്റ്റുകളും എല്ലാം നടക്കുകയാണ്. കേരളം മുഴുവൻ അമ്മമാരും സഹോദരിമാരും രക്ഷകർത്താക്കളും എല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ഈ മൂവ്മെന്റ് നോക്കിക്കാണുകയാണ്. അങ്ങനെ ഈ മൂവ്മെന്റ് അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു കേന്ദ്ര ബിന്ദു പോലെ പെരുമ്പാവൂരിൽ നൂറുകണക്കിന് ലഹരി വേട്ടകൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ ഈ ലഹരി മാഫിയയുടെ ഏറ്റവും വലിയ കേന്ദ്രമായി പെരുമ്പാവൂർ മാറുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അതിശക്തമായിട്ടുള്ള റെയ്ഡുമായി കേരളത്തിന്റെ പോലീസ് മുന്നോട്ട് വന്നിട്ടുള്ളത്. എല്ലാ ദിവസവും പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ ഓരോ ദിവസവും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട കണക്കെടുക്കുമ്പോൾ അതിലെല്ലാം ഒരു പങ്ക് കൂടുതലായി പെരുമ്പാവൂരാണ് എപ്പോഴും ഉണ്ടാകുന്നത്. റെയ്ഡുകളും അറസ്റ്റുകളും എല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയുമ്പോൾ വലിയ വിഷമമുണ്ട്. പക്ഷേ ഈ നാട് ലഹരിയുടെ ഏറ്റവും വലിയ കണ്ണിയുള്ള നാടായി മാറി എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. ലഹരി എന്ന മാരകമായിട്ടുള്ള വിപത്ത് ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള, ലഹരിയുടെ വ്യാപനം ഇല്ലാതാക്കാനുള്ള അതിശക്തമായിട്ടുള്ള നിലപാട് പെരുമ്പാവൂരിൽ നമ്മളെല്ലാം കൂടി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് കരുത്തു പകരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂരിൽ 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചു. 18 കോടി രൂപ വിലയുള്ള കഞ്ചാവാണ്. നമ്മൾ ഞെട്ടിപ്പോയി. കാരണം അത്രയേറെ ഹൈബ്രിഡ് കഞ്ചാവ്, അത്ര ക്വാണ്ടിറ്റി ഈ പോലീസ് പിടിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത, അതെങ്ങാനും പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. മറ്റൊന്നുമല്ല, ഇത് ഫീൽഡിലേക്ക് പോയിരുന്നെങ്കിൽ, ഇത് റൂട്ടിലേക്ക് പോയിരുന്നെങ്കിൽ എത്രയോ ചെറുപ്പക്കാരുടെ തലച്ചോറിനെ പോലും ഇല്ലാതാക്കാൻ കഴിയുന്ന മാരകമായിട്ടുള്ള ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെ നമ്മുടെ ഫീൽഡിലേക്ക് പോയിരുന്നെങ്കിൽ നമ്മുടെ തലമുറയാകെ നശിക്കുമെന്നുള്ള ഒരു ഭീതിയാണ് എന്റെ മനസ്സുണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട SP-യും ASP ഉൾപ്പെടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആ അവസരം ഉപയോഗിക്കുകയാണ് ചെയ്തത്. കാരണം അവർ നടത്തിയ ഒരു പോരാട്ടമാണ്. അതിശക്തമായി ഈ രംഗത്ത് അവർ നടത്തുന്ന ഒരു പ്രവർത്തനങ്ങൾ, അത് ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം കൂടി ഞങ്ങളൊരിക്കൽ മീറ്റിംഗ് കൂടി MLA-യുടെ നേതൃത്വത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉപാധ്യക്ഷന്മാരും എല്ലാം വിളിച്ചുകൂട്ടി, ASP-യും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി ഞങ്ങൾ പരിപൂർണമായി പിന്തുണ നൽകി. ഇതുമായി ബന്ധപ്പെട്ട് ആരെ പിടിച്ചാലും, ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെ കേസെടുത്താലും, എന്ത് നടപടി സ്വീകരിച്ചാലും നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ജനപ്രതിനിധികളുണ്ട് എന്ന് അതിശക്തമായി ഞങ്ങൾ പിന്തുണ കൊടുത്തവർക്ക്. കാരണം ഇതൊരു നാടിന്റെ ആവശ്യമാണ്. ഈ നാട് ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ചരിത്ര ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഈ നാട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഏറ്റവും വലിയ കേന്ദ്രം കൂടിയാണ്. പക്ഷേ അതിൽ എല്ലാ ആളുകളും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. വളരെ കുറച്ചു പേർ മാത്രമേ ഈ ലഹരിയുടെ കണ്ണികളായി നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഒന്നടങ്കം നമുക്ക് കുറ്റപ്പെടുത്തുന്നതിന് പകരമായി ഇത് വിൽക്കുന്നവർ, ഇത് വ്യാപിപ്പിക്കുന്നവർ, ഇത് കൈമാറ്റം ചെയ്യുന്നവർ, ഇത് ഉപയോഗിക്കുന്നവർ, അവരെയെല്ലാം നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ, അതിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഈ നാടിനെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിയമസഭയിൽ ഞാൻ പറഞ്ഞ കാര്യം കൂടിയാണ്. നമുക്കറിയാം, ലഹരി കേസുമായി ബന്ധപ്പെട്ട് ആളുകളെ പിടിക്കുമ്പോൾ അവർ പിറ്റേ ദിവസം ജാമ്യത്തിൽ ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ അന്ന് തന്നെ ജാമ്യം കിട്ടി പോരുകയാണ്. ഞാൻ നിയമസഭയിൽ എന്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ ഞാൻ ഈ ചോദ്യമാണ് ഉന്നയിച്ചത്. ലഹരി വ്യാപന കേസിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ, അവരുടെ ലഹരി വസ്തുക്കളുടെ അളവ് നോക്കി അവർക്ക് ജാമ്യം കൊടുക്കുന്ന ഒരു വകുപ്പാണ് ഇപ്പോ നമ്മുടെ സംവിധാനത്തിൽ. ആ വകുപ്പാണുള്ളത്. നമുക്ക് അതിന് പകരമായി ലഹരിയുടെ അളവ് നോക്കാതെ തന്നെ ലഹരി വ്യാപന കേസിൽ പിടിക്കപ്പെട്ട ആളുകളെ നേരെ ജാമ്യം ലഭിക്കാത്ത വകുപ്പിൽ ജയിലടയ്ക്കാനുള്ള ഒരു നിയമം ഉണ്ടാകണമെന്ന് നമ്മൾ നിയമസഭയിൽ ഉന്നയിച്ചു.
ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അടിയന്തരമായി കേന്ദ്രത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി ആ നിയമത്തിൽ മാറ്റമുണ്ടാക്കി ലഹരി വ്യാപനത്തിന് പിടിക്കപ്പെടുന്ന ആളുകളെ നേരെ ജയിലിലടയ്ക്കാൻ കഴിയുന്ന നിയമം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം നിയമസഭയിൽ നമുക്ക് ഉറപ്പ് നൽകിയ കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഒരു മൂവ്മെന്റ് നമുക്ക് ഈ ലഹരി വിരുദ്ധ റാലി കൊണ്ടോ അല്ലെങ്കിൽ ഈ സമ്മേളനം കൊണ്ടോ അവസാനിപ്പിക്കാൻ പാടില്ല. ലഹരിയുടെ വ്യാപനം എവിടെയാണോ, ലഹരിയുടെ കൈമാറ്റം എവിടെയാണോ, ഉപയോഗിക്കുന്ന എവിടെയാണോ, ഏത് സാഹചര്യത്തിലാകട്ടെ ആ സാഹചര്യങ്ങളെ കണ്ടെത്തി പോലീസിനെയും ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം അറിയിച്ച് നമ്മുടേതായിട്ടുള്ള പങ്ക് കൂടി വഹിച്ചുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് ലഹരിയെ മോചിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വാർഡ് തലങ്ങളിൽ, പഞ്ചായത്ത് തലങ്ങളിലൊക്കെ ജാഗ്രതാ സമിതികൾ അതിശക്തമാക്കി മാറ്റിക്കൊണ്ട് ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ഈ ഓപ്പറേഷൻ തൂഫാന് കൈകോർത്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള പങ്കും നമുക്ക് വഹിക്കാൻ കഴിയണമെന്ന് കൂടി വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാം ഈ ലഹരി മോചനത്തിനായിട്ടുള്ള, ലഹരി വിമുക്ത നാടിനായിട്ടുള്ള ഈ പോരാട്ടത്തിന് കരുത്തു പകർന്ന് നമ്മുടെ പെരുമ്പാവൂരിലേക്ക് എത്തിച്ചേർന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടുള്ള ആഭ്യന്തര വകുപ്പിന് കരുത്തുറ്റ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവരെ പെരുമ്പാവൂരിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.